അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ നെല്ലിക്ക കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത് ഇതാ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 12 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 6 7 ഒക്കെ എടുത്താൽ മതിയാവും. പച്ചമുളകും നെല്ലിക്കയും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്താ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് ഉപ്പിട്ട് കൊടുക്കണേ. 250 ml കപ്പിന് 1 കപ്പ് ഉപ്പിട്ട് കൊടുക്കാം. പൊടി ഉപ്പാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഉപ്പ് നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. കൈവച്ചൊന്നും തൊട്ട് നോക്കരുത്. ചൂടായത് നല്ലതുപോലെ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നെല്ലിക്കയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഈ ഉപ്പിൽ കിടന്നതിനെ നെല്ലിക്ക വെന്ത് കിട്ടണം. ഈർപ്പമൊന്നും ഒട്ടും ഉണ്ടാവാൻ പാടില്ല. നെല്ലിക്കന് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം മാത്രം ഇതുപോലെ വറുത്തെടുക്കാം. നെല്ലിക്ക ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 കുടം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. വെളുത്തുള്ളി കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ചെടുത്തിട്ടുള്ളതാണ്. എൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. രണ്ടും നല്ലതുപോലെ കളർ മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പം അതുപോലെ തന്നെ വെളുത്തുള്ളിയും വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. വെളുത്തുള്ളി നമുക്കെടുത്ത് മാറ്റാം. ഇപ്പോൾ നെല്ലിക്കയെല്ലാം എന്താ കണ്ടില്ലേ, കളറൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറി കഴിയുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ആവിയായിട്ട് വേവിച്ചെടുത്തൂടെ എന്ന്. പക്ഷേ ഇത് കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പിലിട്ട് ഇതുപോലെ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. കുറേ നാൾ നമുക്ക് മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത പച്ചമുളക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ആ ഞെട്ടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമുളക് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ആ പച്ചമുളക് ഉപ്പിന്റെയും നെല്ലിക്കയുടെയും ചൂട് കൊണ്ട് വാടി സോഫ്റ്റ് ആയി കിട്ടും. ചൂടൊക്കെ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മൾ നെല്ലിക്ക എടുത്ത് പിടിച്ച് നോക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പച്ചമുളകെല്ലാം നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപ്പിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാം. ഇനി ഈ ബാക്കി വന്ന ഉപ്പ് കളയേണ്ട ആവശ്യമില്ല. നമ്മൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ട് ഉരച്ച് കഴുകുമല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് ഈ ഉപ്പ് എടുത്താൽ മതി. എല്ലാ നെല്ലിക്കയും പച്ചമുളകും ഉപ്പിൽ നിന്ന് എടുത്ത് മാറ്റാം. നെല്ലിക്കയിലൊക്കെ ഉപ്പ് പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അതുപോലെ പച്ചമുളകിലും ഉപ്പ് പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. നല്ലതുപോലെ ഒരു കോട്ടൺ തുണിയിലിട്ടിട്ട് ഈ നെല്ലിക്കയും പച്ചമുളകും തുടച്ച് ക്ലീൻ ആക്കി എടുക്കാം. എല്ലാം ഞെട്ട് ഇതുപോലെ നമുക്ക് മാറ്റാം. നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട് പച്ചമുളകൊക്കെ. നമുക്ക് തുടച്ച് മാറ്റാം. അപ്പോൾ പച്ചമുളകെല്ലാം തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. ഇനി നെല്ലിക്കയെ നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാം. അതിൻ്റെ മുകളിലുള്ള ഉപ്പ് പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഇതുപോലെ കോട്ടൺ ടവൽ കൊണ്ടോ അല്ലെങ്കിൽ കോട്ടൺ തുണി വെച്ചിട്ടോ തുടച്ച് വൃത്തിയാക്കി എടുക്കുക. ഈർപ്പമൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള തുണിയായിരിക്കണം. നല്ല വൃത്തിയുള്ള തുണിയിൽ തുടച്ച് വൃത്തിയാക്കി എടുക്കുക. ഉപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാൽ മതി. അപ്പം ഉപ്പ് തുടച്ച് മാറ്റിയ നെല്ലിക്ക നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് അടർത്തിയെടുക്കാം. ഇതുപോലെ അടർത്തി ഓരോന്നായിട്ട് എടുക്കുക. അതിൻ്റെ കുരു നമുക്ക് മാറ്റാം. ഇപ്പോൾ ബാക്കിയിരിക്കുന്ന നെല്ലിക്കയെല്ലാം ഇതുപോലെ അടർത്തിയെടുത്ത് കുരു മാറ്റാം. ഇപ്പം നെല്ലിക്കയെല്ലാം ഇതുപോലെ കുരുവെല്ലാം മാറ്റി അടർത്തി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം മാറ്റി വെച്ചിട്ടുണ്ട്. ഉപ്പിലിട്ട് വറുത്തെടുത്ത വെളുത്തുള്ളി ഒന്ന് നമുക്ക് തൊലി പൊളിച്ചെടുക്കാം. നല്ല ഈസിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി പൊളിഞ്ഞ് കിട്ടും. ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ തൊലി അങ്ങ് പൊളിച്ചെടുക്കാൻ പറ്റും. വെളുത്തുള്ളി അല്ലികളും
വെന്താണ് ഇരിക്കുന്നത്. ഇനി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പിടിച്ചു നോക്കുന്ന സമയത്ത് അറിയാൻ പറ്റും സോഫ്റ്റായിട്ട് വെന്തിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് പൊളിച്ചെടുക്കാം. അപ്പോൾ ആ വെളുത്തുള്ളി അല്ലികളുടെ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് തൊലി മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് പച്ചമുളകും വെളുത്തുള്ളി അല്ലികളും ചോപ്പ് ചെയ്തെടുക്കണം. അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ നെല്ലിക്ക ഇതളായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ, കുരുമാറ്റിയ നെല്ലിക്കയും നമുക്ക് ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. രണ്ട് സെപ്പറേറ്റ് ചോപ്പ് ചെയ്തെടുക്കാം. പച്ചമുളകും വെളുത്തുള്ളിയും ഒന്നിച്ചിട്ട് ചോപ്പ് ചെയ്യുക. നെല്ലിക്ക മാത്രം ഇട്ട് 2 ബാച്ചായിട്ടിട്ട് ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കും. അപ്പോൾ ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ബാക്കിയിരിക്കുന്ന നെല്ലിക്കയും ഇതുപോലെ തന്നെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പ് ചെയ്തെടുത്ത നെല്ലിക്ക ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളകും വെളുത്തുള്ളി അല്ലികളും ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ പച്ചമുളകും വെളുത്തുള്ളി അല്ലികളും ചോപ്പ് ചെയ്തെടുത്തതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു കുട്ടി പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം. 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കശ്മീരി വറ്റൽ മുളക് ഒരു 3 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ പൊട്ടി വരണം. കടുകെല്ലാം പൊട്ടി നല്ലോണം മൊരിഞ്ഞ് വരുന്നവരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ മല്ലിയുടെ നിറമൊക്കെ മാറി കടുകും ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ചൂട് മാറിയതിന് ശേഷം അരിതരിപ്പായിട്ട് മിക്സിയിലെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. ഇനി ചൂടായി കിടക്കുന്ന പാനിൽ ഒരു 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. നല്ലെണ്ണ ഒന്ന് ചൂടാവട്ടെ ഈ ഒരു സമയം കൊണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചൂട് മാറിയിട്ട് നമ്മൾ വറുത്തെടുത്തതെല്ലാം കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നെല്ലിക്കയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഉപ്പിലിട്ടിട്ടാണ് നമ്മൾ വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ചൊക്കെ ഉപ്പ് പിടിക്കും. അപ്പോൾ ഇതിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപ്പ് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പം നല്ലെണ്ണ ചൂടാക്കാൻ വെച്ചത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. അപ്പോൾ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തെടുത്ത ഇഞ്ചി ഇട്ട് ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയുടെ നിറമൊക്കെ മാറി ഒന്ന് മൂത്ത് വരണം. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. ചൂടായി കിടക്കുന്ന എണ്ണയിൽ ഇഞ്ചി ഇട്ട് കൊടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അപ്പോൾ ഇഞ്ചിയൊക്കെ മൂത്ത് ലൈറ്റ് കളർ ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കുക. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം ചേർക്കാൻ. അതുപോലെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അധികം എരിവൊന്നും ഉണ്ടാവില്ല. ഒരു നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് എരിവുണ്ട്. ഒരുപാട് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ ചൂടോട് കൂടി തന്നെ നമ്മൾ നെല്ലിക്കയൊക്കെ മിക്സ് ചെയ്ത് വെച്ചില്ലേ, പൊടിയൊക്കെ ചേർത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 കിലോ നെല്ലിക്കയാണ്, കുറച്ചേ ഉള്ളൂ. ടേസ്റ്റ് ആണെങ്കിൽ അപാര ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 2-3 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പം നമ്മളിത് മൂടി വെച്ചിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ തിളച്ച എണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലതുപോലെ ചൂട് മാറിയിട്ട് വേണം മൂടി വെക്കാനായിട്ട്. അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്. ഇനി ഇത് ഈർപ്പമൊന്നുമില്ലാത്ത ഒരു ജാറിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ നെല്ലിക്ക വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും കഴിക്കാറില്ല. കുട്ടികളായാലും മുതിർന്നവർക്കായാലും അത്ര ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേറ്റ് ചോറുണ്ണാൻ വേണ്ടിയിട്ട് ഒരു കറിയുടെ ആവശ്യമില്ല. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് സൈഡായിട്ട്. അതുപോലെ തന്നെ നമുക്ക് മാസങ്ങളോളം കേടുകൂടാതിരിക്കുകയും ചെയ്യും. ഇതിൽ നമ്മൾ വിനാഗിരി ഒന്നും ഒഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ നെല്ലിക്ക വെച്ചിട്ട് ഇതുപോലെ ഒരു അച്ചാർ തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്